ഇന്ത്യ 116 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പുതുതായിട്ട് പ്രസിദ്ധീകരിച്ചു. ഫിൻലാൻഡാണ് 9ാമത്തെ വർഷം തുടർച്ചയായിട്ട് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യ 116. കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്താണ് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്? അപ്പോൾ അത് എന്തുകൊണ്ട് മനുഷ്യർ അവരുടെ രാജ്യത്തിൻ്റെ ഒരു നല്ല കാര്യമായിട്ടോ അല്ലെ മോശം കാര്യമായിട്ടോ കണക്കാക്കുന്നു? ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അളക്കുന്നത് 6 ഘടകങ്ങളെ ആസ്പദമാക്കിയാണ്. ഒന്ന്, ഏറ്റവും ആദ്യമായിട്ടുള്ളത് പെർ ക്യാപിറ്റ GDP, അതായത് ഓരോ രാജ്യത്തെയും അവരുടെ ആളുകളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് ഈ GDP പെർ ക്യാപിറ്റ എന്ന ആ ഒരു മെഷർ കൊണ്ടാണ്, എല്ലാ ഘടകം കൊണ്ടാണ്. അപ്പോൾ GDP പെർ ക്യാപിറ്റ കൂടുതലുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രബിൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ അവിടെ ആളുകളുണ്ടോ? നമുക്കൊരു അസുഖം പിടിച്ചു, അപകടം പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവിടെ ആളുകളുണ്ടെങ്കിൽ, ആ സമൂഹത്തിൽ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, സഹായം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ദീർഘായുസ്സാണ്. അതായത് ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസി. വെറുതെ കൂടുതൽ കാലം ജീവിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണം. അതായത് ക്യാൻസർ വന്ന് ചികിത്സിച്ച് കീമോതെറാപ്പിയൊക്കെ ആയിട്ട് കുറച്ച് കാലം കൂടെ ജീവിക്കുന്നത് ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ല. കിഡ്നി പോയ ശേഷം, അല്ല കരൾ പോയ ശേഷം, അല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അങ്ങനെ അധികം ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു ജീവിതം നല്ല സന്തോഷമുള്ള ജീവിതമല്ല. അതിന് പകരം നല്ല ഹെൽത്തി ആയിട്ട് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമോ, അത് കൂടുതൽ കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സന്തോഷം നൽകുന്ന ഒരു പ്രദേശമാണ്. അടുത്ത ഒരു കാര്യം, നമുക്ക് ഫ്രീ ആയിട്ട്, നമ്മുടെ സ്വതന്ത്രമായിട്ട് നമുക്ക് എന്ത് ജോലി ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം നമുക്കങ്ങനെ വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചില പ്രദേശത്തെ ട്രൈബൽ കോളനികളിൽ ജനിച്ചു വീണ് അവിടെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ചോയ്സസ് പലപ്പോഴും വലുതാകണമെന്നില്ല. അവരുടെ സാഹചര്യം അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരത്ര ഹാപ്പി ആയിരിക്കത്തില്ല. അതുപോലെ ഒരു ഗ്രാമത്തിലൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് നല്ല സ്കൂളുകളൊന്നും അടുത്തില്ല, നല്ല കോളേജുകളും അടുത്തില്ല, അവരെ അകലെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് ചോയ്സസ് വളരെ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ സന്തോഷം കുറഞ്ഞിരിക്കും. അപ്പോൾ ലൈഫിൽ എന്ത് ചെയ്യണമെന്നും എവിടെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെയുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല സന്തോഷമുള്ള ഒരു സമൂഹമായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, കറപ്ഷൻ ഇല്ലാത്ത ഒരു ഭരണം, ഫ്രീഡം ഫ്രം കറപ്ഷൻ. അതായത് ഒരു തരത്തിലുമുള്ള അഴിമതി ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം അവിടുത്തെ ഒരു പൗരന് അനുഭവിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അഴിമതി കൂടുന്തോറും മനുഷ്യരുടെ സന്തോഷം കുറയും എന്ന് നിരവധി പഠനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മുടെ ഭരണത്തിൽ അത് ഏത് പഞ്ചായത്ത് ലെവലിലായാൽ പോലും അഴിമതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ മനുഷ്യർക്ക് സന്തോഷം കുറയും എന്ന് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ട്, അതുപോലെ ഓഫ്കോഴ്സ് ജനറോസിറ്റി എന്ന് പറയുന്ന ഒരു 6ാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് അവിടുത്തെ മനുഷ്യർ ചാരിറ്റി കൊടുക്കുമോ, ഡൊണേഷൻസ് കൊടുക്കുമോ, എന്തെങ്കിലും സമൂഹത്തിൻ്റെ പൊതുവായ ഒരു കാര്യമോ അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമോ വന്നു കഴിഞ്ഞാൽ അവർ ഈ ചാരിറ്റി വർക്കിന് എന്തെങ്കിലും സഹായം ചെയ്യുന്ന ആളുകളാണോ? നമ്മുടെ ഇന്ത്യയിലേക്ക് ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾക്ക് കുറേയധികം പണം വരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, അതായത് വികസിത രാജ്യങ്ങളിൽ നിന്നാണ്. ഇതിൻ്റെ കാരണം എന്താണ്? അവിടെയുള്ള ആളുകൾ ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേയധികം ഡൊണേഷൻസ് നൽകാൻ സന്നദ്ധതയുള്ളവരാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യർ എന്തുകൊണ്ട് അവർ ഹാപ്പിയാണ്. അത് ഹാപ്പിനെസ്സിൻ്റെ ഒരു അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു അളവുകോലും കൂടെയാണ് കൂടുതൽ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി പണം നൽകുക. ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ചാരിറ്റിക്ക് വേണ്ടി നൽകുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയോ
എത്രയോ മടങ്ങാണ് ഇന്ത്യയിലെ പല പല കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചാരിറ്റിക്ക് പണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് നൽകാൻ തയ്യാറുള്ളവർ. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി പണം നൽകാൻ കൂടുതൽ സന്നദ്ധതയുള്ളവരായിരിക്കും. അങ്ങനെ ഈ ഒരു 6 ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇന്ത്യ 116ാമതാണ്. നമ്മളുടെ ഈ കേരളത്തിലും നമ്മളുടെ ഒരു സംസ്ഥാനം ഒരു ഭരണത്തിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തും ഭരണത്തിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ഈ 6 ഘടകങ്ങൾ അവിടെ കൂടുതൽ വ്യവസായം വന്ന് അല്ലെ കൂടുതൽ ഈ എന്തെങ്കിലും ഉൽപ്പാദന പ്രക്രിയകൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. അവിടുത്തെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ള, സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ടോ? വളരെ ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കുന്ന ആൾക്കാർ ആണോ അവിടെയുള്ളത്? അതോ ഈ വെള്ളത്തിലെ മാലിന്യവും അല്ലെ വിഷമുള്ള പച്ചക്കറികളും അങ്ങനെയൊക്കെ കഴിച്ച് അല്ലെ വിഷമുള്ള വായു ശ്വസിച്ച് ഒക്കെ അവരുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണോ ആ നാട്ടിലുള്ളത്? അതൊക്കെ പരിഹരിക്കാൻ തീർച്ചയായിട്ടും ഒരു പ്രാദേശിക ഭരണകൂടത്തിന് വരെ സാധിക്കും. അത് വേസ്റ്റൊക്കെ കുമിഞ്ഞുകൂടി തെരുവുനായും എലിയും മറ്റ് കൊതുകും ഒക്കെ ആയിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ അതുപോലെ അഴിമതിയില്ലാത്ത ഒരു ഭരണമാണോ അവിടെ ഉള്ളത്? ഇതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം കൂടും. അപ്പോൾ നമ്മൾ ഈ ഫിൻലാൻഡ് 9ാം പ്രാവശ്യവും എന്തുകൊണ്ട് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെയുള്ളത് ഈ 6 ഘടകങ്ങളിൽ ഏറ്റവും മുകളിലാണ് അവർ. നമ്മളുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം അത് കുറച്ചൊക്കെ ഡെവലപ്ഡാണ്. കേരളത്തിൽ റേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ ഭൂമി കിട്ടും, വീട് വെച്ച് കിട്ടും, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒരു ആംബുലൻസ് വിളിച്ചാൽ കിട്ടാനുണ്ട്, സർക്കാർ ആശുപത്രി ചികിത്സിക്കാൻ പോകാൻ പറ്റും. അതൊക്കെ നമുക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റമുണ്ട്. ജനറോസിറ്റിയും കുറച്ചധികമുണ്ട്. ചാരിറ്റി പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ മറ്റു ഘടകങ്ങൾ നമ്മൾ വളരെ 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 പിന്നിലാണ്. അപ്പോൾ നമ്മൾ ഒരു വികസിതമാകണം, ഫിൻലാൻഡിനെ പോലെ ആകണം. ഫിൻലാൻഡിലേക്ക് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിമാർ എന്തോ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് കുറേ വർഷങ്ങളായി അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എന്ത് കാര്യം ഇവിടെ അവിടുത്തെ മനുഷ്യരുടെ പോലെ ഇത്രയും ഈ പറഞ്ഞ 6 ഘടകങ്ങളിൽ എന്തിവിടെ നടപ്പാക്കിയെന്ന് അവരും ചിന്തിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും നടപ്പാക്കാൻ അവർക്ക് പറ്റിയോ ഈ പോയി വന്ന മന്ത്രിക്ക്? അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു. തൊട്ടടുത്ത് താമസിച്ചിരുന്നതാണ്. അദ്ദേഹം വീട് വിറ്റുപോയി. ശ്രീനിവാസൻ എന്നാണ് പേര്. അദ്ദേഹം കിഴക്കമ്പലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്, കിഴക്കമ്പലം പഞ്ചായത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സുഖമാണോ? സാധാരണ നമ്മൾ ചോദിക്കുന്നതാണല്ലോ, സുഖമാണോ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അങ്ങ് തട്ടിപ്പൊട്ടി പോകുന്നു എന്നുള്ളൊരു ഉത്തരമാണ്. അപ്പം അദ്ദേഹത്തിന് അത്ര ഒരു ഹാപ്പിയല്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്തു, കുറച്ച് പ്രായമായി, പക്ഷേ ആരോഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാലയിൽ ഒരു അസുഖമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് വൈഫിന്? അപ്പം കാല് ഇപ്പോൾ നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, കാലിന് വിറയലാണ്, അസുഖം മാറുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ചികിത്സിക്കുന്നില്ലേ? അപ്പോൾ ചികിത്സിക്കാനൊന്നും പോകുന്നില്ല, കാരണം അതിനോട് കുറേ പണച്ചെലവുണ്ട്, നടക്കുന്ന കാര്യമല്ല. അപ്പം ഇദ്ദേഹം എവിടെയെങ്കിലും ഇപ്പം ഭക്ഷണമൊക്കെ, അപ്പോൾ അത് ഞാൻ തന്നെ പാകം ചെയ്യും, വേറെ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം വീട്ടിലാരുമില്ല. അപ്പോൾ അവർക്കരുടെ ലൈഫ് ചോയ്സസ് വളരെ കുറവാണ്. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. അവർക്ക് ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി അല്ല അവർക്ക് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ ജീവിക്കുന്ന കുറേയധികം ആളുകൾ നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജനപ്രതിനിധികൾ അവരെ തിരിച്ച് അറിഞ്ഞ് അവരെ കൂടെ കുറച്ചുകൂടെ ഹാപ്പിയാക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഒരു വികസിത ആണ് എന്നുള്ള ഒരു തോന്നൽ എല്ലാ മനുഷ്യരിലും എത്തിക്കാനും തീർച്ചയായിട്ടും നമുക്ക് പറ്റും.